ഭാരതത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് മുന്നറിയിപ്പ് എന്ത് കാര്യത്തിലാണ് മുന്നറിയിപ്പ്? അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, ഇദ്ദേഹത്തെ നമ്മൾ മുമ്പ് ഒന്ന് കേട്ടിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന തരത്തിൽ ആദ്യ സൂചന നൽകിയ സൈനിക ഉദ്യോഗസ്ഥൻ ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അത് പറയാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തു. നമ്മുടെ വിമാനങ്ങൾ ചിലത് താഴെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് വെടിവെച്ചിട്ടു എന്ന അർത്ഥത്തിലല്ല അദ്ദേഹം പറഞ്ഞത്. സാങ്കേതിക തകരാറുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നമ്മളത് പരിഹരിച്ച് തിരിച്ചടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഒരു ശില്പശാല നടന്നു. അതായത് ഈ ആളില്ലാ വിമാനങ്ങൾ, അതിൻ്റെ സാധ്യത, അല്ലെങ്കിൽ ആളില്ലാ വിമാനങ്ങൾ കൊണ്ട് നടക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നത് എങ്ങനെ, ഈ രണ്ട് വിഷയങ്ങളിൽ നടന്ന സെമിനാറിൽ പങ്കെടുത്ത് ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. പറഞ്ഞ ഇത്രയേ ഉള്ളൂ: ഇന്നത്തെ യുദ്ധം ജയിക്കണമെങ്കിൽ ഇന്നലത്തെ ടെക്നോളജി കൊണ്ട് സാധിക്കില്ല. അതായത് കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്നത്തെ ഈ കാലത്തെ യുദ്ധം ജയിക്കാൻ സാധിക്കില്ല. ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ അത് നാളത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്ന് യുദ്ധം ചെയ്താലേ യുദ്ധം ജയിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ്: കാൺ വിൻ ടുഡേയ്സ് വാർഫെയർ വിത്ത് യെസ്റ്റർഡേയ്സ് വെപ്പൺ സിസ്റ്റം. ടുഡേയ്സ് വാർഫെയർ ഹാസ് ടു ബി ഫോട്ട് വിത്ത് ടുമോറോസ് ടെക്നോളജി. അതായത് പഴഞ്ചൻ ആയുധങ്ങളും പഴയ സാങ്കേതിക വിദ്യകളും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഇതിന് കൃത്യമായൊരു ഉദാഹരണം കൂടിയാണെന്നും ഈ സെമിനാറിൽ പറയുന്നുണ്ട്. അതായത് കൂടുതൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചത് ഇന്ത്യയുടെ തന്നെ സാങ്കേതിക വിദ്യകളും ഇന്ത്യ തന്നെ വികസിപ്പിച്ചെടുത്ത യുദ്ധോപകരണങ്ങളുമാണ് കൂടുതലായി ഉപയോഗിച്ചത്. അത് വളരെ വിജയകരമായിരുന്നു. അഭിനന്ദനാർഹമായ നേട്ടമാണ് ആ കാര്യത്തിൽ സൈന്യം കൈവരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടുതലായുള്ള ഗവേഷണ പ്രവർത്തനങ്ങളും നിക്ഷേപവും ഉണ്ടാകണമെന്നാണ് അനിൽ ചൗഹാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം നൂതനമായ സാങ്കേതിക വിദ്യകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാൻ പാടില്ല. അത്തരം സാങ്കേതിക വിദ്യകളൊക്കെ ഇന്ത്യ സ്വന്തം നിലയിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഈ വിദേശ രാജ്യങ്ങളെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ തയ്യാറെടുപ്പിനെ അത് വലിയ രീതിയിൽ ബാധിക്കും. കാരണം നമുക്ക് യുദ്ധോപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വരുന്ന എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നിരന്തരം മറ്റൊരു രാജ്യത്തിൻ്റെ സൗകര്യത്തിന് കാത്തിരിക്കേണ്ടി വരും. അത് നമ്മുടെ ഒരു യുദ്ധസന്നദ്ധതയെ അല്ലെങ്കിൽ നമ്മുടെ ഒരു തയ്യാറെടുപ്പിനെ അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു കാര്യത്തിൽ കൂടി അദ്ദേഹം ഒരു സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആ സമയത്ത് മെയ് 10-ാം തീയതി പാകിസ്ഥാൻ നമ്മുടെ സ്ഫോടന വസ്തുക്കൾ ഘടിപ്പിക്കാത്ത ഡ്രോണുകൾ ധാരാളമായി ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ മറ്റേ കാമിക്കാസെ ഡ്രോണുകളെന്ന് കേട്ടിട്ടുണ്ട്. അതായത് സൂയിസൈഡൽ ഡ്രോണുകളെന്നാണ് പറയുക. അതായത് ഇവിടെ വരിക തിരിച്ചു പോകുന്ന പരിപാടിയില്ല. അപ്പോൾ ഇത്തരം രണ്ട് സാധ്യതകളാണ് അവർ ഉപയോഗിച്ചത്. അതായത് മുമ്പ് വാർത്തകൾ വന്നപ്പോൾ ആളുകൾ ഈ സ്ഫോടക വസ്തുക്കളില്ലാത്ത ഡ്രോണുകൾ ഇങ്ങോട്ട് വരുമോ എന്നുള്ളത് ചോദിച്ചിരുന്നു. അത് ഒരു തന്ത്രമായിരുന്നു. അതായത് ഡ്രോണുകൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയില്ലല്ലോ അത് സ്ഫോടക വസ്തുക്കളുള്ള ഡ്രോണാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മളതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കും. ഒന്നുകിൽ നമ്മുടെ ആകാശ് മിസൈൽ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ ആക്രമിക്കും. അപ്പോൾ പാകിസ്ഥാന് കൃത്യമായി അറിയാൻ സാധിക്കും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഏത് മേഖലകളിലൊക്കെയാണ് ഉള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായി ഇതേപോലെ ചിലപ്പോൾ നിരീക്ഷണ ഡ്രോണുകളാകും. അപ്പോൾ ഈ അനിൽ ചൗഹാൻ പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ നേരെ ഇത്തരത്തിൽ ഈ ആത്മഹത്യാ ഡ്രോണുകളും വന്നു, അതേസമയം തന്നെ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിക്കാത്ത തരത്തിലുള്ള ഡ്രോണുകളും വന്നു. പക്ഷെ നമ്മൾ അതിനെ ഫലപ്രദമായി നേരിട്ടു. ചിലതൊക്കെ ഒരു പരിക്കും പറ്റാത്ത രീതിയിൽ നമുക്ക് കണ്ടെടുക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ആക്രമണം വഴി ഇന്ത്യയിലെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നാശനഷ്ടം ഉണ്ടാക്കാനായിട്ട് ഈ ഡ്രോണുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതും അനിൽ ചൗഹാൻ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ: നമ്മുടെ പഴയ യുദ്ധോപകരണങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നല്ലോ, നമ്മുടെ ഒരു യുദ്ധവിമാനം അത് നിരന്തരമായി തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ജാഗ്വാർ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനമാണ്. അപ്പോൾ ഇത് തന്നെ കാലപ്പഴക്കം അതിൻ്റെ ഒരു പ്രധാന ഘടകം. ഏതാണ്ട് 50 വർഷമായി നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധവിമാനമാണ്. ഇപ്പോൾ അതായത് ഈ വർഷം ഇതിപ്പോൾ 7ാമത്തെ മാസമാണല്ലോ, ഇതിനുള്ളിൽ തന്നെ 3 അപകടങ്ങളുണ്ടായി, 3 വിമാനങ്ങൾ നഷ്ടമായി, 3 പേരുടെ ജീവനും നഷ്ടമായി, 3 പൈലറ്റുമാരുടെ ജീവനും നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അത് കാലപ്പഴക്കമേറിയൊരു വിമാനമാണ്. അപ്പോൾ അതിന് പകരം വെക്കാനായിട്ട് നമുക്കിപ്പോൾ വിമാനങ്ങളില്ലാത്തൊരവസ്ഥയുണ്ട്.
അതായത് ഈ തേജസ് യുദ്ധവിമാനങ്ങൾ നമുക്ക് സമയത്തിന് അത് നിർമ്മിച്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഈ നിരന്തരം ഈ പഴയ വിമാനങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നു. അതുകൊണ്ടുള്ള കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ ആക്രമണങ്ങൾ ഫലപ്രദമാകുന്നില്ല, അപകടങ്ങൾ ഉണ്ടാകുന്നു, നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു, വിദഗ്ധ പരിശീലനം പൂർത്തിയാക്കുക പൈലറ്റുമാരുടെ ജീവൻ നഷ്ടമാകുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ മറ്റ് പല ആയുധങ്ങളും ഈ കാലപ്പഴക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതല്ല, ഈ നവീകരണം ഉണ്ടാകണം, പുതിയ ആയുധങ്ങൾ വേണം. പക്ഷേ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിരോധ മന്ത്രാലയം ഏതാണ്ട് 40,000 കോടി രൂപയുടെ ബജറ്റ് പ്രതിരോധ മന്ത്രാലയം അനുവദിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2,000 കോടി രൂപയുടെ സാധനങ്ങൾ ഇതിനോടകം തന്നെ സൈന്യത്തിന് വേണ്ടി വാങ്ങിയിട്ടുമുണ്ട്. മറ്റ് പല കരാറുകളും ഇപ്പോൾ അണിയറയിൽ പുരോഗമിക്കുന്നുമുണ്ട്. അപ്പോൾ സൈന്യം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, നമ്മുടെ ആയുധങ്ങളുടെ ശേഷി, അതിൻ്റെ നവീകരണം സംബന്ധിച്ച്. അപ്പോൾ അത് പ്രകാരമുള്ള നടപടികൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇനി ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകാൻ കാരണമായ ഒരു സംഗതി ഉണ്ടല്ലോ, പഹൽഗാം ഭീകരാക്രമണം, അത് സംബന്ധിച്ചും ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് NIA ആണ് ആ കേസ് അന്വേഷിക്കുന്നത്. അവർക്ക് സുപ്രധാനമായ ഒരു സാക്ഷിമൊഴി കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഈ അതായത് ഈ പഹൽഗാമിൽ വന്ന ആക്രമണം നടത്തിയ ഭീകരവാദികളെ സഹായിച്ച 2 പേരെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ പേര് പർവേസ് അഹമ്മദ് എന്നും ബഷീർ അഹമ്മദ് എന്നുമാണ്. അവർ ഈ കാശ്മീർ സ്വദേശികളാണ്. അവർക്ക് അതായത് ഈ ആക്രമണത്തിന് വന്നവർ ഈ തീവ്രവാദികളാണെന്നും അവരുടെ യാത്രാ ഉദ്ദേശം എന്താണെന്നും ഇവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഈ 2 പേരാണ് പിടിയിലായത്. ഇപ്പോൾ ഒരു സാക്ഷിമൊഴി കൂടി കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഭീകരവാദികൾ ഈ ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഇയാളെയും ഈ ഭീകരവാദികൾ പിടിച്ചിട്ട് ഇയാളോട് ഈ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇയാൾ കലിമ ചൊല്ലിയപ്പോൾ ഇയാൾ ആ പ്രദേശവാസിയാണെന്ന് അവർക്ക് മനസ്സിലായി. ആ സ്ലാങ് മനസ്സിലായപ്പോൾ ഇയാളെ വെറുതെ വിടുകയായിരുന്നു. അപ്പോൾ ഈ ഭീകരവാദികൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് ആകാശത്തേക്ക് ഉതിർത്തു എന്നാണ് ഈ സാക്ഷിമൊഴിയിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം, ഇപ്പോൾ കുറേ പേര് വെടിയേറ്റ് കിടപ്പുണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് ആരും വരരുത്, ആരും സഹായിക്കരുത്, രക്ഷാപ്രവർത്തകർ പോലും അങ്ങോട്ടേക്ക് എത്തരുത് എന്നുള്ള ഉദ്ദേശത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇവർ ആകാശത്തേക്ക് വെടിയുതിർത്തത്. അപ്പോൾ ഇയാളുടെ നിർണായകമായ ഒരു സാക്ഷിമൊഴിയും കൂടി ഇപ്പോൾ NIAക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കേസിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. വൈകാതെ തന്നെ ഇപ്പോൾ ആ ഭീകരാക്രമണം നടത്തിയ ആൾക്കാർ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും നമുക്ക് കൃത്യമായ ഉത്തരവില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ളൊരു നിഗമനങ്ങളിലേക്ക് വൈകാതെ എത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് തന്ന മുന്നറിയിപ്പിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ പരിഗണിച്ചുകൊണ്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ബ്രഹ്മോസ് മിസൈലാണെങ്കിൽ തന്നെയും അപ്പോൾ അത്തരം ചില ആയുധങ്ങൾ അത് ഇന്ത്യ ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കണക്കാക്കി അതിനനുസരിച്ച് തയ്യാറാക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായി നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം മേഖലകളിൽ കൂടുതൽ നിക്ഷേപം നടത്തണം, കൂടുതൽ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തണം. നിലവിലുള്ള ആയുധശേഷിയിൽ നമുക്ക് ആശങ്കയില്ല, പക്ഷേ കുറേ കൂടി കൂടുതൽ ടെക്നിക്കലായിട്ട്, സാങ്കേതികമായിട്ട് നമ്മൾ മുന്നോട്ട് ചിന്തിക്കേണ്ട സമയമായി എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം തരാൻ ശ്രമിച്ചത്.